Hey my dear beautiful souls, welcome back to my channel. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി ലെവൽ എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ അടുത്തതായിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിനെ കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്, നമുക്ക് നോക്കാം. നമുക്ക് 9 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത് നിങ്ങൾ. ഓക്കെ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കുറച്ച് ആത്മീയതയുടെ പാതയിലൊക്കെ ആകാം. അതായത് എന്തെങ്കിലും വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം നമ്മളങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. കുറച്ച് നാളെ ഇവിടെ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ പഴയ കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് സ്വയം മനസ്സിലാക്കി നിങ്ങളൊരു സന്തോഷത്തിലേക്ക് വരികയാണ്. ഇതൊരു ഹാപ്പി കാർഡാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ആത്മീയതയിലേക്കും നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊക്കെ സമയം കണ്ടെത്തി വളരെ എൻഗേജ്ഡായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ക്രിയേറ്റീവായി ചെയ്യാൻ കഴിവുള്ളത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന ദമ്പതിമാർക്ക് അവർക്ക് ഒരു പ്രഗ്നൻസിയുടെ ടൈമായിട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള സന്തോഷ വാർത്തകളൊക്കെ കുടുംബത്തിൽ കേൾക്കേണ്ട സമയമാണ്. അതിനൊക്കെയുള്ള അനുഗ്രഹം യൂണിവേഴ്സ് നൽകുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു ഗൈഡൻസ് തരുന്നുണ്ട്. അതായത് പഴയ പോലെ വിഷമിച്ചിരിക്കരുത്, ബാലൻസ് ചെയ്ത് പോകണം, ലൈഫ് ബാലൻസ് ചെയ്ത് പോകണം, കുറച്ചുകൂടി ക്ഷമയോടുകൂടി ഇരിക്കുക, അതുപോലെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മിതത്വമൊക്കെ പാലിച്ചു പോകണം, ഒന്നിലും ഒരു വികാരത്തിലും കൂടുതൽ അടിമപ്പെട്ട് ജീവിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് ഈ കാർഡ് കാണിക്കുന്നത് നേരത്തെ എന്തൊക്കെയോ വിഷമസ്ഥിതിയിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊന്നൊരു റിക്കവർ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരിക്കലും പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ ജോലിയിലേക്ക്, പുതിയ പാഷനിലേക്ക് ഒക്കെ എൻഗേജ്ഡ് ആയിട്ട് ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊരു വിഷമഘട്ടത്തിലേക്ക് ഓടിപ്പോകുന്നില്ല. നിങ്ങളിപ്പോൾ സ്റ്റേബിൾ കണ്ടീഷനിലാണ്, അത് തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ്. Okay, hope you like this video. Thank you for watching. Take care. Bye.